നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം വ്യാപകമാണ്. ഈ വിഷയമാണ് കെ രമ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ അദ്ദേഹം ആ സമയത്ത് സഭയിലുണ്ടായില്ല. പകരം മറുപടി പറഞ്ഞതാകട്ടെ മന്ത്രി വീണ ജോർജും. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ സർക്കാർ ഇരകൾക്കൊപ്പമാണെന്നാണ് കെ രമ കുറ്റപ്പെടുത്തുന്നത്. ന്യൂസ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരിന് എത്രമാത്രം കഴിയുന്നു എന്നാണ് ന്യൂസ് ടുഡേ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ നീതു രഘുവരൻ, LDF നേതാവ് ശ്രീ ബഷറുള്ള, മാധ്യമപ്രവർത്തകൻ ശ്രീ അജിത്തൽ, മൂന്നുപേർക്കും ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ നീതു, ഇവിടെ ഇപ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ന് സഭ ചർച്ച ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തുണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ നമ്മുടെ മുമ്പിൽ വലിയ വിഷയമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദളിത് പെൺകുട്ടികൾ നേരെ ഉണ്ടായ അതിക്രമം നമ്മൾ കണ്ടതാണ്. അതെല്ലാം മുൻനിർത്തിയാണ് ഇന്ന് ഈ വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവന്നത്. പക്ഷേ ആ അടിയന്തര പ്രമേയത്തിൻ്റെ ഒരു പ്രാധാന്യം വലുതാണെങ്കിൽ കൂടിയും അത് എത്രത്തോളം ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ഇപ്പോൾ മന്ത്രി, രസകരമായ കാര്യം, ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആ സമയം സഭയിൽ എത്തിയതുമില്ല, മറുപടി പറഞ്ഞതുമില്ല. മന്ത്രി വീണ ജോർജിനെ ഇതിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. മന്ത്രി വീണ ജോർജ് പറഞ്ഞത് മുഖം നോക്കാതെ നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ അറസ്റ്റെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് തൃപ്തിപ്പെടാവുന്ന ഒരു കാര്യമാണോ? ഇവിടെ പ്രതികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ പലപ്പോഴും അത് SFI അല്ലെങ്കിൽ CPM നേതാക്കളാണ് എന്നുള്ളൊരു വസ്തുത കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സർക്കാർ വേണ്ട രീതിയിൽ ഇക്കാര്യത്തെ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആദ്യമായി പറയാനുള്ളത്, മുഖ്യമന്ത്രി ആദ്യമായിട്ടല്ല ശ്രീമതി കെ രമയുടെ ഒരു അഭിപ്രായത്തിന് പിന്തിരിഞ്ഞു നിൽക്കുന്നത്. ഇന്ന് അദ്ദേഹം വന്ന് മറുപടി പറയുന്നതിന് പകരം ശിക്ഷേമ വകുപ്പിൻ്റെയും കൂടെ മന്ത്രിയായ ശ്രീമതി വീണ ജോർജാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ICU നടന്ന സംഭവം. ആ കോഴിക്കോട് ICU നടന്ന പീഡനത്തിനിരയായ പെൺകുട്ടിക്കൊപ്പം നിന്നയാളെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയുണ്ടായി നമ്മുടെ മന്ത്രി. ആ മന്ത്രിക്ക് ഇത് പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്നാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം വളരെ ചർച്ചയായ ഒരു കാര്യമുണ്ടായിരുന്നു. കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ, ഇപ്പോൾ അവർ പറയുന്നത് കാപ്പ കേസ് ഉൾപ്പെട്ടിട്ടില്ല, രാഷ്ട്രീയ കേസ് എന്ന് പറയുന്നു. എന്നിരുന്നാലും സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിൽ തന്നെ ജയിലിൽ പോവുകയും കേസിൽ ഉള്ള ഒരു പ്രതിക്ക് മാലയിട്ട് സ്വീകരിച്ചൊരു മന്ത്രി എങ്ങനെയാണ് നീതി ഉറപ്പാക്കാൻ സാധിക്കുന്നത്? ശ്രീമതി കെ രമ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളാണ് നമുക്ക് കാണുകയുണ്ടായത്. ദളിത് പെൺകുട്ടിക്കുണ്ടായ ആക്രമണം, 2 പേർ ആക്രമിച്ചു. അത് ആരാന്ന് നോക്കുവാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് ആളുകളാണ്. അവർക്കെതിരെ എപ്പോഴാണ് കേസ് ഉണ്ടായത്, എപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് സഭയിൽ ബഹളം വെച്ചതിന് തുടർന്ന് മാത്രമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കഴിഞ്ഞ ദിവസം KCL, അതുപോലെ തന്നെ പീഡന കേസ്, അവിടെ എന്താണ് ഉണ്ടായത്? ഇവരെല്ലാം അറസ്റ്റുകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു. പക്ഷെ കൃത്യമായിട്ട് ഇവർ സ്ത്രീകളെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ശ്രീ ബഷറുള്ള, അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഇപ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കി. അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതിനും കൃത്യമായി മറുപടി ഉണ്ടായില്ല എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു, എന്ത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചും ഇവിടെ നടപടിയെടുക്കുന്നു, പക്ഷേ അവരെല്ലാം ദിവസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു രീതിയിൽ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു അറസ്റ്റ്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായി ഉയരുന്നൊരു പരാതി. ഇന്ന് നിയമസഭയിൽ ബഹുമാന്യയായ കെ രമ ഉന്നയിച്ച അടിയന്തര പ്രമേയമായി ഉന്നയിച്ച വിഷയങ്ങൾ നമുക്ക് ഓരോന്നും പരിശോധിക്കപ്പെടുമ്പോൾ അത് മനസ്സിലാവും. ഒരു ദളിത് പെൺകുട്ടി നടു റോഡിൽ ആക്രമിക്കപ്പെട്ടു. അത് ദിവസങ്ങൾ, എത്ര സമയമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2 പേർ ആ വിഷയത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കോച്ചുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം നിലവിൽ റിമാൻഡിലാണ്. അദ്ദേഹത്തിനെതിരെ 6 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്, പോസ്കോ കേസ് ഉൾപ്പെടെ. അദ്ദേഹം ജയിലിലാണുള്ളത്. അങ്ങനെ ഈ അനുബന്ധമായി ഉന്നയിക്കപ്പെട്ട 3-4 കേസുകൾ നമ്മൾ ഓരോന്ന് പരിശോധിക്കപ്പെട്ടാൽ അതെല്ലാം പോലീസ് സ്വീകരിക്കേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ച് ഇന്ത്യയിൽ തന്നെ ക്രമസമാധാന പാലനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത, കുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്തൊരു സംസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഞങ്ങളല്ല ഭരണത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് വേണ്ടി എടുത്ത നടപടിയെന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയുള്ളൂ. ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ആർജവത്തോടു കൂടി ചില വിഷയങ്ങൾ ഉന്നയിച്ചു. ഞാൻ ഈ ചർച്ച തുടരുമ്പോൾ ആ വിഷയങ്ങൾ ഓരോന്നായി പറയാം. ആരാണ് സ്ത്രീകളെ അപമാനിക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്നതിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓരോ വിഷയം നമുക്ക് എടുത്തു പരിശോധിക്കാം. ഇവരുടെ കപടത, ആ മുഖം മൂടി നമുക്ക് പുറത്തുകൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം 56ഓളം പോസ്കോ കോടതികൾ കേരളത്തിലുണ്ട്. ഏത് കാലയളവിലാണ് ഈ കോടതികളുടെ എണ്ണം വർദ്ധിച്ചത്? കുട്ടികൾക്ക് കോടതികളിൽ തന്നെ ഒരു പീഡനത്തിനിരയാകുന്ന കുട്ടി കോടതിയിൽ പോകാതെ തന്നെ വീണ്ടും ആ കുട്ടിയെ ആക്രമിക്കപ്പെട്ട ആളിൻ്റെ അല്ലെങ്കിൽ ആ മുഖം കാണാതെ ഈ കേസിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ സ്ത്രീ സൗഹൃദമായ പോലീസ് സ്റ്റേഷനുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിലും എപ്പോഴും കയറി ചെന്ന് സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള സാഹചര്യമുണ്ട്. ഇതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ കേസുകളിലൊക്കെ പ്രതിയായതെല്ലാം ഇടതുപക്ഷക്കാരാണ് എന്ന് വരുത്തി തീർത്ത് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് ബാലിശമായ വാദമാണ്. ഓരോ കേസുകൾ, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ, ഈ കേസുകൾ നിങ്ങളൊന്ന് പിന്തുടർന്ന് നോക്കുക. എന്തിനാ ഈ തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ അതിനകത്തെ നടപടികളൊന്ന് പരിശോധിക്കപ്പെടണ്ടേ? 2017 മുതലുള്ള കേസ് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഉൾപ്പെടെയുള്ള 6 കേസുകളുണ്ട്. ഈ 6 കേസുകൾ അദ്ദേഹം ഇന്ന് ജയിലിൽ ജാമ്യം പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ചില കേസുകൾ ഡേറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ കേസ് എടുത്തിട്ടുള്ള ഡേറ്റ്, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കേസ്. അല്ല, അതെല്ലാം ഈ കൂടുതൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ പോലീസ് അനങ്ങുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പ്രതിപക്ഷ ചോദിച്ചതുപോലെ പൂട്ടിയിട്ടൂടെ? അല്ല, അതൊരു ഒരു വിഷയം ഞാൻ പറയാം. ഈ കേസ് എടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ 2 പ്രതികളെ 19കാരിയായ ദളിത് പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ടത്. ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ്. നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കേസാണ്. അതിൽ ആരെയായി പ്രതികളെ സംരക്ഷിച്ചത്? ആരാണ് ഈ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണോ അവർ അറസ്റ്റ് ചെയ്തു? മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ പ്രതികൾ രക്ഷപ്പെടാതിരിക്കുന്നതിനുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഒന്ന് പർവ്വതീകരിച്ച് കേരളം ഇവർക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമല്ലാത്ത സംസ്ഥാനമായി മാറണം എന്ന ദുരുദ്ദേശപരമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദുരുദ്ദേശമെന്ന് താങ്കൾ പറയുമ്പോഴും ഈ കേസുകൾക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരാണ്? ഈ താങ്കൾ പറഞ്ഞു ഇപ്പോൾ ഇടതുപക്ഷത്തെ ബലിയാടാക്കുന്നു എന്ന്. ഈ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തന്നെ പ്രതികളായി പ്രതിപട്ടികയിലുള്ളതും ഇപ്പോൾ ശിക്ഷിക്കപ്പെടാനും അല്ലെങ്കിൽ മറ്റു തരത്തിൽ പോകുന്നതും ഇടതുപക്ഷത്തുള്ളവരാണ്. അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ വിഷയം ഏറ്റവും കൂടുതൽ ആർജവത്തോടു കൂടി ഇന്ന് ഉന്നയിച്ച KK രമയുടെ പാർട്ടിക്ക് ഒരു പ്രധാന സംസ്ഥാന നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന നേതാവ് അടുത്ത് നടത്തിയ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റും. അദ്ദേഹം മാപ്പ് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് വളരെ മ്ലേച്ഛമായ പദപ്രയോഗം ഈ പൊതുസമൂഹത്തിൽ കേരളത്തിൽ എന്തേ KK രമ അത് വിട്ടുപോയി? അല്ല, ആ കാര്യം കൃത്യമായി സഭയിലല്ല, ആ സംഭവം ഉണ്ടായ അന്ന് തന്നെ KK രമ പറയേണ്ട ക്ഷമ കൃത്യമായി പറയുകയും അത് ഗുരുതരമായ തെറ്റാണ് എന്ന് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു സഭയിൽ. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളണം. അതെന്തേ മറുഭാഗം പറഞ്ഞാൽ ശരിയാകാത്തത് എന്തുകൊണ്ടാ? എത്രയോ കേസുകൾ. VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഇത് മുഴുവൻ എന്തോ വലിയ വിജയശ്രീ ലാളിതരായി അവതരിപ്പിക്കും പോലെയാണല്ലോ അവതരിപ്പിച്ച്. അദ്ദേഹത്തിന്റെ പുറകോശത്തിരിക്കുന്ന എത്ര ഒരു പ്രതികളുണ്ട്. എൽദോസ് കുന്നംപള്ളിയുടെ മുഖത്തേക്ക് അദ്ദേഹത്തിനൊന്ന് നോക്കാമായിരുന്നില്ലേ?
എണ്ണം പറഞ്ഞു. ഇന്ന് കേസുകളുടെ വർധനവിൻ്റെ എണ്ണം എത്ര പേര് കോൺഗ്രസ് നിന്ന് വിട്ടിട്ടുണ്ട്? എത്ര പേരുണ്ട്? കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് പിന്നെ മറുപടി പറഞ്ഞ ബഹുമാന്യ മന്ത്രി അതിന് പിന്നെ കൃത്യമായ മറുപടി പറഞ്ഞു, ആൾക്കാരുടെ പേരെടുത്തു പറഞ്ഞു. ഇതൊക്കെ മറന്നുകൊണ്ടാണോ? ഒരു ഭാഗത്ത് മാത്രമാണുള്ളത്. അതിലാര് ഇന്ന് നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ് അതിന് എനിക്കും പറയാനുള്ളത്. ഈ വിഷയം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി വിനിയോഗിക്കാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആരതിക്രമം നടത്തിയാലും അത് ഏതു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നാലും ശരി, അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു സ്ഥലമായി നമ്മളുടെ കേരളം മാറേണ്ടതുണ്ട്. അങ്ങനെയാകണം. അതിനെ രാഷ്ട്രീയം കലർത്തി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ഇതെന്നുള്ളത് കൊണ്ട് തീർച്ചയായും അതിനകത്തെ രാഷ്ട്രീയങ്ങൾ ചെയ്യാതെ ചെയ്യുന്നവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണം എന്ന് തന്നെയാണ് നിലപാട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ അജിത്ത്, ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള, പ്രത്യേകിച്ചും താങ്കളൊരു മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഈ ചോദിക്കാനുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കെ രമ സഭയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഇതാദ്യമല്ല, താങ്കൾ കണ്ടതാണല്ലോ, ഇതിനു മുമ്പും പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയില്ല, വിട്ടുനിൽക്കും. മുഖ്യമന്ത്രി ഇന്ന് സഭയിലുണ്ടായിരുന്നു, നമുക്കറിയാവുന്നതാണ്, ഇന്ന് സഭാ പരിസരത്തുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി അവിടെയില്ല. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്? അവിടെ ഇപ്പോൾ നേരത്തെ ഇതിനൊരു ന്യായീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ വകുപ്പ് ആ മന്ത്രിക്കാണ്, ആ മന്ത്രി പറഞ്ഞോട്ടെ എന്നുള്ള തരത്തിൽ. പക്ഷേ എങ്കിൽ കൂടിയും അതൊരു ഒളിച്ചോട്ടമല്ലേ? അല്ല, അത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആ ന്യായീകരണം അത് ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ടാണ് മന്ത്രി വീണ ജോർജ് അതിന് മറുപടി പറയേണ്ടി വന്നത് എന്ന് പറയും. നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു പൊളിറ്റിക്കൽ ആൻസർ എന്ന് പറയുന്നത് ശ്രീമതി കെ രമ അവിടെ ഇരിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിക്കുള്ളൊരു ചോദ്യവുമാണ്, മുഖ്യമന്ത്രിക്കുള്ളൊരു മറുപടിയുമാണ്. UDF അവരെ വിജയിപ്പിച്ച് RMP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തി കണ്ണൂരിൽ നിന്ന് തന്നെ ജയിപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് അവരുടെ പ്രസൻസ് അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത്. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ശ്രീമതി കെ രമ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമ്പോഴുള്ള പ്രയാസം അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പൊതുസമൂഹം ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നതും. അതിനകത്ത് തെറ്റ് നമുക്ക് പൊതുസമൂഹത്തിൽ പറയാനും പറ്റില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ ഉദ്ദേശമില്ല. കാരണം അവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഒരാളുടെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത ഒരാളുടെ ഭാര്യയാണ് അവരവിടെ നിയമസഭയിൽ പ്രതിനിധിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് മറുപടി പറയാൻ തനിക്ക് ബാധ്യതയുണ്ടെങ്കിലും അത് മറുപടി പറയാതിരിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു എന്താ പറയുക, രാഷ്ട്രീയമായിട്ട് പുള്ളി എടുക്കുന്ന ഒരു കൗശലമോ നിലപാടോ അങ്ങനെ വേണോ അതിനെ വ്യാഖ്യാനിക്കാം. ആ നിലപാട് പുള്ളി കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും, പല ചോദ്യങ്ങളിലും, പല സംഭവങ്ങളിലും, പല സാഹചര്യങ്ങളിലും അദ്ദേഹം ശ്രീമതി കെ രമയ്ക്ക് ഫേസ് ടു ഫേസ് വരാറില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ശ്രീമതി കെ രമയ്ക്ക് ഉള്ള മാത്രമുള്ള പ്രതികരണമല്ല, ഇത് പൊതുവെ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിന് കൃത്യമായിട്ട് അദ്ദേഹം ഒരിക്കലും മറുപടി പറയുകയോ അതിന് ഫേസ് ടു ഫേസ് ആരെയും അഭിമുഖീകരിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് കാണുന്നത്. അതേ നിലപാട് ഇന്നും അദ്ദേഹം അസംബ്ലിയിൽ സ്വീകരിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, മറ്റേ നമുക്ക് ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഈ ആക്രമണങ്ങളെക്കുറിച്ചാണല്ലോ ഇന്ന് അടിയന്തര പ്രമേയം വന്നത്. അത് കൃത്യമായി അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതിനെതിരെ നടപടികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ശ്രീ ബഷറുള്ള അതിൻ്റെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്, അതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായത്. അപ്പോൾ കൃത്യമായി അത്തരം നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ പോലീസിന് ഇടപെടേണ്ടി വരുന്നു. പലപ്പോഴും ഈ കേസിൻ്റെ എണ്ണം പരിശോധിക്കുമ്പോഴും ആ കേസിൽ പെട്ടവരുടെ ആൾക്കാരുടെ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോഴും അതിൽ കൂടുതലും ഇടതുപക്ഷത്തുള്ളവരാണ്. പ്രത്യേകിച്ചും CPM, SFI അങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് ഈ കേസുകളിൽ പ്രതികളായി വരുന്നത്. ഏറ്റവും രസകരമായ കാര്യം, നേരത്തെ നേതു ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കാപ്പ കേസിലെ ഒരു പ്രതിയെ കരഘോഷം മുഴക്കി ഈ പ്രസംഗം നടത്തിയ വീണ ജോർജ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നല്ലോ. ആ പാർട്ടിയിൽ അന്ന് വന്ന അയാളോടൊപ്പം പാർട്ടിയിൽ ചേർന്ന മറ്റൊരു വ്യക്തി ഇന്ന് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പം മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിലെ ഈ സാഹചര്യം നിലവിലുള്ളതെന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്നോടാണ് ചോദിച്ചത്? അതെ, ശ്രീ അജിത്. അതിനകത്ത് നമ്മൾ കണക്കാക്കേണ്ടത്, ഇത് പാർട്ടി പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ
ഇത്തരം ക്രൈമിലെല്ലാം ഇൻവോൾവ് ആകുന്നവർ ഇന്ന് പ്രതിപട്ടികയിൽ ചെന്ന് പെടുന്നവരെല്ലാം തന്നെ പാർട്ടിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബന്ധമുള്ളവരാണ്. അതിന് തെളിവാണ് നേരത്തെ നമുക്ക് പാലക്കാട് നടന്നൊരു കുട്ടിയുടെ മരണം, കൊലപാതകം. അതിനു മുമ്പ് അതേ പാലക്കാട് തന്നെ 2 മൈനറായിട്ടുള്ള 2 പെൺകുട്ടികളുടെ കൊലപാതകം. ഇതിലൊക്കെ വന്നിട്ട് സാഹചര്യവശാൽ അത് മനസ്സിലാക്കി വരുമ്പോൾ പ്രതികളായിരിക്കുന്നവരെല്ലാം തന്നെ, കുറ്റവാളികളെല്ലാം എന്ന് പറയുന്നവർ തന്നെ CPM-ആയിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധമുള്ളവരാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് നിലപാടെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടി എടുക്കുന്നതിനനുസരിച്ച് പോലീസുകാർ കൂട്ടു നിൽക്കണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പോൾ പോലീസിന് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ട് ആക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. അവിടെ പാർട്ടി ഇടപെടുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ഉത്തരം പറയേണ്ട ഒരു ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനാണ് പോലീസിൻ്റെ ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് തന്നെ പക്ഷം പിടിക്കാതെ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം പോലീസിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് വരുന്നവരൊക്കെ വരുമ്പോൾ, നേരത്തെ ഈ കഞ്ചാവ് കേസും ഡ്രഗ്സിൻ്റെ കേസും വന്നപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ തന്നെ DCC അംഗത്തിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ പാർട്ടി പറഞ്ഞിട്ട് ചെന്ന് ചെയ്യുന്ന കുറ്റം എന്നല്ല, പക്ഷേ എന്തുകൊണ്ടോ തുടർഭരണം കിട്ടിയതിൻ്റെ ഒരു എന്താ പറയുക ആത്മവിശ്വാസം കൊണ്ട് ആണോ ഇത്തരം ക്രൈമുകളിൽ കൂടുതൽ CPM ബന്ധമുള്ളവർ, LDF ബന്ധമുള്ളവരൊക്കെ പ്രതികളാകുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, തിരിച്ചെത്താം. ഇത് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായി നടപടി എടുക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് പ്രതിനിധി വ്യക്തമാക്കുന്നത്. കാരണം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്കറിയാം കേരളം ഈ ക്രമസമാധാന രംഗത്ത് മികച്ചതാണ്, അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവം നടക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം ഇക്കാര്യത്തെ വിശകലനം ചെയ്യുകയുണ്ടായി. എങ്ങനെ കാണുന്നു? കേരളം ക്രമസമാധാനത്തിൽ മികച്ചതായിരുന്നു, ഇപ്പോഴല്ല. കാരണം കൃത്യമായിട്ട് നാഷണൽ ക്രൈം ബ്യൂറോയുടെ റെക്കോർഡ് എടുക്കുകയാണ്. എൻ്റെ റെക്കോർഡ് കണക്കുകളുണ്ട്. 8 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന 19,626 റേപ്പ് കേസാണ്. അതിൽ കഴിഞ്ഞ 3 വർഷം മോർ ദാൻ 7,500 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് വളരെ കുറച്ച് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയം നമ്മളെ പാൻഡമിക് സിറ്റുവേഷൻ, അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു, കൂടുതലും ആൾക്കാർ വീട്ടിലായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് മാത്രമായിരുന്നു കേസുകൾ കുറഞ്ഞിരുന്നത്. ഇനി ഇവർ പറയുന്നത് പോലെ ഇന്ന് മന്ത്രിയും പറയുകയുണ്ടായി വുമൺ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ വുമൺ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്രമാത്രം കുട്ടികൾക്കും സ്ത്രീകൾക്കും കുഞ്ഞു കുട്ടികൾക്കും എതിരെ ആക്രമണം എങ്ങനെ ഉണ്ടാവുന്നു? അതുമാത്രമല്ല, ഇവർ പറയുന്നു എല്ലാ കേസും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 19,626 റേപ്പ് കേസുകളുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈം കേസുകൾ എടുക്കുകയാണെങ്കിൽ അതും ഈ 9,000-ൽ പരം അധികം കുട്ടികൾ മൊളസ്റ്റേഷൻ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ്. അത് സെക്ഷൽ അബ്യൂസ് തന്നെ 9,000-ൽ പരം കുട്ടികൾക്ക് സെക്ഷലി അബ്യൂസ്ഡ് ആണ്. അതും കുട്ടികളുടെ ഒരു 200 ഇപ്പം ഈ റീസെൻ്റ്ലി എടുക്കുകയാണെങ്കിൽ 1 വർഷം എടുക്കുകയാണെങ്കിൽ തന്നെ 214 കുട്ടികൾ മരിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്താണ് പറയാനുള്ളത്? പോക്സോ കേസ് 4,641 പോക്സോ കേസുണ്ട്. ഇവർ പറയുകയുണ്ട് 56ഓളം പോക്സോ കോടതികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയൊരു കാര്യം ചോദിക്കുക, സ്ത്രീ എന്ന രീതിയിലും പെൺകുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇത്രയും ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടും ഈ സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? വഴിയിൽ കൂടെ ഇറങ്ങി നടക്കാൻ പേടിക്കുന്നു. അതുമാത്രമല്ല, എന്തെങ്കിലും അവർക്കെതിരെ പറയുകയാണെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തി അല്ലെങ്കിൽ വളരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഹാൻഡിൽ ചെയ്യുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. അതിലൊരു ഇര തന്നെയാണ് KK രമ. ശ്രീമതി KK രമ എന്തുമാത്രം അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലാണ് സർക്കാർ സംരക്ഷണം നൽകുന്നത്? ശരി, ശ്രീ ബഷറുള്ള, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു ഇപ്പോൾ ശ്രീമതി നീതു പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം നേരത്തെ ഞാൻ ശ്രീ അജിത്തിനോട് ചോദിച്ചൊരു കാര്യം തന്നെയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ചാണ് നമുക്ക് ഈ ചർച്ചയുടെ ഇടയിൽ അതും കൂടെ പ്രതിപാദിച്ച് തന്നെ പോകണം. അത് ഒഴിവാക്കി പോയാൽ അത് ശരിയല്ല. അതുകൊണ്ട് എന്തിനാണ് ഈ KK രമയെ ഭയപ്പെടുന്നത്? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്കെന്തോ മറുപടി നൽകാൻ എന്തിനാണ് ഭയം? ഇടതുപക്ഷം ഇപ്പോഴും 51 വെട്ടിൻ്റെ ആ ഓർമ്മ, ആ ഒരു നടുക്കം ഇപ്പോഴും വിട്ട് മാറാത്തതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. നേരത്തെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞു, മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തുമൊക്കെ അദ്ദേഹത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങളെ ഒളിച്ചോടുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഒരു പരാമർശം ഉണ്ടായി. പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ
പിണറായി വിജയനെ അറിയുന്ന ഒരാൾ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേർക്കുനേർ മനസ്സിലാക്കുന്ന കേരളീയ സമൂഹം അത് മുഖവിലക്കെടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും വഴികളിലൂടെ അതിനെയൊക്കെ പ്രതിരോധിച്ച് അതിനൊക്കെ മറുപടി പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ. നിയമസഭയിൽ അദ്ദേഹം സഭാ നടപടികളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലാകും, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകുന്ന വ്യക്തിയാണ്. അത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം പൂർണ്ണമായി തൃപ്തികരമായി കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ കെ രമയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിന് ഇന്ന് മറുപടി പറയാൻ സഭയിലുണ്ടായിരുന്നില്ല എന്നതിൻ്റെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ നൽകിക്കഴിഞ്ഞു. അതിന് മുകളിലൊരു അഭിപ്രായം ഞാൻ പറയേണ്ടതില്ല. അത് തന്നെയാണ് അതിൻ്റെ മറുപടി. അദ്ദേഹത്തിനെ അറിയുന്നവർക്ക് അദ്ദേഹം ഒളിച്ചോടുന്നയാളാണോ ചോദ്യങ്ങളെ നേരിടുന്നയാളാണോ എന്ന് മനസ്സിലാകും. ഇത്രയധികം മാധ്യമ പ്രവർത്തകരെ ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോയാൽ നമ്മുടെ വിഷയം മാറും എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ ഒരു ദിവസം എല്ലാ ദിവസവും തുടർച്ചയായി മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് മാത്രമാണ് അത് എനിക്കത് ഓർമ്മപ്പെടുത്താൻ. അത് എത്രത്തോളം രാജ്യത്ത് എത്രത്തോളം മാധ്യമങ്ങളെ കാണുന്നു അത് പറയരുത് ശ്രീ ബഷീറുള്ള. അദ്ദേഹം കാണാതെ പോകുന്നു. അല്ല, ആവശ്യമുള്ള സമയങ്ങളിൽ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും അപ്പോൾ അദ്ദേഹം ഒളിച്ചോടുന്ന ഒരാളാണ് എന്ന് കേരളീയ സമൂഹം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ പോലും ആ വാദം ഉന്നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ നേരത്തെ ഒരു സൈഡ് മാത്രം. ഇപ്പോൾ കെ രമ കൂടുതലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ വിട്ടുപോകുന്നു? അതാണല്ലോ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്ന ഒരു ഭാഗം പിടിച്ചു മാത്രം സംസാരിക്കുന്ന ആൾക്കാരായി നമ്മൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കാണുന്നവരായി മാറുന്നത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ കാണുന്നു. ആശങ്കകളെ പെൺകുട്ടികൾ, എനിക്കും പെൺകുട്ടികളുള്ളതാണ്, ആ ആശങ്കകളൊക്കെ അതേ രൂപത്തിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇതിനെ രാഷ്ട്രീയമായി കെ രമ ആക്രമിക്കപ്പെടുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അപലപിക്കപ്പെടേണ്ടതാണ്. അവിടെ എന്തുകൊണ്ട് ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് അവർ സ്ത്രീ അല്ലാതാക്കി മാറ്റപ്പെടുമോ? ശൈലജ ടീച്ചർക്കെതിരെ എത്ര മ്ലേച്ഛമായ പരാമർശമാണ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നടത്തിയത്? അദ്ദേഹത്തിനെ ഏത് രീതിയിലാണ് പാർട്ടി കൈകാര്യം ചെയ്തത്? അദ്ദേഹം പറഞ്ഞ പ്രയോഗം എന്താണ്? തയ്യൽ ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സമ്മാനം നൽകാമെന്നാണ്. എന്താണ് അതിനർത്ഥം? അദ്ദേഹത്തിനെ ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടോ? ഇങ്ങനെയുള്ള വേദികളിൽ നിഷ്പക്ഷമായ ചർച്ചകളിൽ ഇത് രാഷ്ട്രീയം കലർത്താതെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പറയുമ്പോൾ ശൈലജ ടീച്ചറെ മാറ്റി നിർത്തുന്നവരുടെ മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. ശരി, ഞാൻ എന്തായാലും താങ്കളിലേക്ക് തന്നെ തിരിച്ചെത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ടുഡേ തുടരുന്നു. വീണ്ടും ഞാൻ ബഷീറിലേക്ക് തന്നെയാണ്. ശ്രീ ബഷീറുള്ള, ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വശത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ശ്രീമതി കെ രമ കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട്, ക്ഷമാപണം നടത്തുന്നുണ്ട്, അത് ഇന്നും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മുൻ MLA യുടെ മകൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. അതും വളരെ ക്രൂരമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം മ്ലേച്ഛപരമായ കമൻറ്റുകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മറുവശത്ത് ഇത് സംഭവിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയത്. അതിനെങ്ങനെ താങ്കൾ വിലയിരുത്തും? ഞാൻ ഈ വിഷയത്തിനകത്ത് ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാനൊരു നിലപാട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. തീർച്ചയായും ഒരു കാരണവശാലും എന്തിൻ്റെ പേരിലായിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും അഴിച്ചുവിടുന്നവർ ഒറ്റപ്പെടുക തന്നെ വേണം. അതിന് രാഷ്ട്രീയത്തിൻ്റെ നിറം നൽകി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എണ്ണങ്ങളുടെ ഈ വിഷയങ്ങളുടെ എണ്ണത്തിൻ്റെ മറുഭാഗത്ത് ഇപ്പുറത്തുള്ള എണ്ണങ്ങൾ എടുക്കലല്ല. യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ഒരു കേരളീയ സമൂഹം സ്വീകരിക്കേണ്ട നിലപാട്, ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാതെ ആരു ചെയ്താലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നീതു സൂചിപ്പിക്കപ്പെട്ടൊരു വിഷയം, നമ്മളുടെ ഈ കേസുകളുടെ എണ്ണത്തിലെ വർധനവാണ്.
അത് സ്വാഭാവികമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതല്ല. ഈ കേസുകൾ നമ്മളെങ്ങനെയാണ് ഈ കേസുകളുടെ എണ്ണം വർദ്ധിക്കുക? ഈ വാദങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടണ്ടേ? നമ്മളെങ്ങനെ കേസുകൾ എടുക്കുന്നില്ല എന്ന് പറയുകയും എന്നാൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് കോടതികൾ പുതിയതുണ്ടാക്കേണ്ടി വന്നത്. പോസ്കോ കേസുകൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് 56 കോടതികൾ സ്ഥാപിക്കേണ്ടി വന്നത് അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമെന്നോ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കുഴപ്പമോ എന്ന് നോക്കിക്കാണുന്നതിന് അപ്പുറത്തേക്ക് ഇത് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്, അതിനെ അപലപിക്കേണ്ടതാണ്. അതിനെ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു സൈഡിലുള്ളവർക്ക് മാത്രം ഏൽക്കുന്നത് മാത്രം പറയുകയും മറു സൈഡിനെ അത് രാഷ്ട്രീയവൽക്കരിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യപ്പെടുന്നത് കേരളീയ സമൂഹത്തിന് നമ്മൾ നൽകുന്ന മെസ്സേജ് അപകടകരമാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആ വിഷയത്തിൽ പിന്തുണയ്ക്കാൻ വ്യക്തിപരമായി ഞാനില്ല. എൻ്റെ സഹപാനലിസ്റ്റുകളും ഈ വിഷയം അങ്ങനെ തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഓക്കെ, ശ്രീ അജിത്ത്, ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അവർ അനുഭവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിരവധിയുണ്ട്. ഒരു പെൺകുട്ടി ഇത്തരം അധിക്ഷേപം ഉണ്ടായപ്പോൾ ജീവിതം തന്നെ ഒടുക്കിയ സംഭവം നമ്മുടെ മുമ്പിൽ വളരെ വേദനാജനകമായുണ്ട്. അതിങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളാണ് സർക്കാരിൻ്റെ ശ്രദ്ധയ്ക്ക് മുന്നിൽ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ അവതരിപ്പിക്കുന്നത്. കെ രമയ്ക്ക് അതിൽ അവതരിപ്പിക്കാനുള്ള യോഗ്യതയുണ്ട്, അതുകൊണ്ട് അവർ അത് കൃത്യമായി അവതരിപ്പിച്ചു. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം യാതനകൾ അനുഭവിച്ചു വരുന്നത് ഇപ്പോഴും വേട്ടയാടലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് അവിടെ നമ്മുടെ മുന്നിൽ സർക്കാരിൻ്റെ മുന്നിലായി അവതരിപ്പിക്കുന്നത്. അതൊന്ന് നിർത്താനുള്ള നടപടി എടുക്കാൻ പറയുമ്പോൾ തിരിച്ചുള്ള മറുപടികൾ ഈ പറഞ്ഞുള്ള ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. കൃത്യമായി നിർത്തലാക്കേണ്ടതോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടമായ ആവശ്യം തന്നെയാണ് ഉള്ളത്. പക്ഷെ അതൊന്നും അല്ല സംഭവിക്കുന്നത്. ജൂയി, ഇതിനകത്ത് നേരത്തെ ബഷറുള്ള പറഞ്ഞത് എന്നെയാണോ ഞാൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്നല്ല, അദ്ദേഹം തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നു പല സാഹചര്യങ്ങളിൽ. അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അദ്ദേഹം കൃത്യമായി ഒഴിഞ്ഞു മാറുന്നുണ്ട്, കൃത്യമായി മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾ ഒരുപാട് കണ്ടിരുന്ന സമയം നമുക്കറിയാം, കോവിഡ് കാലത്ത് 2020 കൃത്യമായി നടന്ന ആ ക്വാറന്റൈൻ സമയത്ത് അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തി. അത് പൊതുസമൂഹത്തിന് വേണ്ടി, മാധ്യമപ്രവർത്തകർ അവർ പൊതുസമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്നവരല്ല, സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ. അത് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായി പറയേണ്ടി വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ചോദ്യങ്ങൾക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ അന്വേഷിച്ച് നടന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് ബഷറുള്ള മനസ്സിലാക്കണം. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 2, ശ്രീമതി കെ രമയ്ക്കെതിരെ രമ നമ്മുടെ ശൈലജ ടീച്ചറിനെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, അവർക്കെതിരെ ആക്ഷേപങ്ങൾ വന്നപ്പോൾ പോലും ഈ ശ്രീമതി കെ രമ യഥാർത്ഥത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഒരു സ്ത്രീക്കും ആർക്കെതിരെയാണെങ്കിലും, പ്രതിപക്ഷത്തിലുള്ളവരും ഭരണപക്ഷത്തിലുള്ളതാണെങ്കിൽ ഒരു സ്ത്രീക്കുള്ള ആക്ഷേപങ്ങളെയും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് കെ രമ കഴിഞ്ഞ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പ്രചരണങ്ങൾക്കിടയിൽ പോലും അവരത് കൃത്യമായി പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് അങ്ങനൊരു സംശയം വേണ്ട. ആ കാര്യത്തിൽ കെ രമയെക്കുറിച്ച് നമുക്ക് ഒരു വൺ സൈഡഡായിട്ട് അവർ സംസാരിക്കുന്ന സ്ത്രീയാണെന്ന് നമുക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയുന്നു, ഞങ്ങൾ ഒരു മാധ്യമങ്ങളും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അബലകളായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ളവർക്കെതിരെ വരുന്ന ക്രൈംസിനെ ഒന്നിനെ ന്യായീകരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകരും നമ്മുടെ കേരളത്തിനകത്ത് കേരള സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാം. പിന്നെ നമ്മൾ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നു, പാർട്ടി പറഞ്ഞിട്ട് ക്രൈം ചെയ്യുന്നവരെന്നല്ല ഞാൻ പറഞ്ഞത്. പാർട്ടിയിലുള്ളവർ ഈ തുടർഭരണം കിട്ടിയപ്പോൾ അവർ പാർട്ടിക്കാരാണ് എന്നുള്ള അവർക്ക് അതിനോടുള്ള പാർട്ടിയോടുള്ള അഫിനിറ്റി കാരണം പോലീസിനെ പാർട്ടി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ട് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ നോക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടത്. മുഖ്യമന്ത്രി പോലീസിന് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. ക്രിമിനലുകൾ പാർട്ടിക്കാരായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, പാർട്ടിക്കാരാകുന്ന ഒരു ക്രിമിനലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ആണ് ഉള്ളതെന്ന് നീതുവിനെ പോലുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നീതു, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ശക്തമായ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രതിപക്ഷം കൃത്യമായി ഉന്നയിച്ചത്. പക്ഷേ അവിടെ പ്രതികളുടെ രാഷ്ട്രീയം കൃത്യമായി നോക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും
അവിടെ ഈ പോലീസ് സ്വീകരിക്കുന്ന നടപടിയിൽ നിന്നും ഒരുപക്ഷെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പോലീസ് ഈ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നോ, അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുകൾ എന്തിന് പ്രവർത്തിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണെന്ന് സഭയിൽ ഉന്നയിച്ചത്. ഒരുപക്ഷെ ഈ അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായാണോ ഇത്തരം കേസുകളിൽ ഈ സർക്കാർ ഇപ്പോൾ ഇടപെടുന്നത്? എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കേസ് എടുക്കേണ്ടത്. അത് സത്യം തന്നെയാണ്. രാഷ്ട്രീയം ഏതെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരെ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയല്ല നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം കേസുകൾ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്രമാത്രം കേസുകൾ ഉണ്ടായെന്നറിയാം. ആ കേസുകളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളിൽ ആരൊക്കെയാണ് പ്രതിയായിട്ട് വന്നതും ആ പ്രതികൾക്കെതിരെ എന്താണ് സർക്കാർ ചെയ്തതും അതാണ് ഇവിടെ ഉള്ള നമ്മുടെ ചോദ്യം തന്നെ. അത് തന്നെയാണ് അതിൻ്റെ ഒരു അവിശ്വാസ പ്രമേയമാണ് ഇന്നിവിടെ ശ്രീമതി കെ രമ കൊണ്ടുവന്നതും. KCA പരിശീലകന്റെ കേസായിരുന്നാലും, അല്ലെങ്കിൽ ദളിത് പെൺകുട്ടിയുടെ കേസായിരുന്നാലും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കാലടി സർവകലാശാല ആ കോളേജിൽ പഠിച്ചിരുന്ന SFI നേതാവ് അവിടെ 20ഓളം പെൺകുട്ടികളുടെ പിക്ചർ സോഷ്യൽ മീഡിയയിൽ, അത് അശ്ലീല സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ ഇടുകയുണ്ടായി. ഇതെല്ലാം നോക്കുമ്പോഴും നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകളായി, കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാത്തിലും വന്നെത്തുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഇതിനെതിരെ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ദളിത് പെൺകുട്ടികളിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പ്രതികൾ. അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്ന് പറയും. എങ്ങനെ അറസ്റ്റ് ഉണ്ടായി? പ്രതിപക്ഷ നേതാവ് സഭയിൽ ബഹളം വെച്ചുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ കുസാറ്റിൽ ഇതേപോലത്തെ സംഭവം ഉണ്ടായി. ഒരു SFI പെൺകുട്ടിക്കെതിരെയാണ് പീഡന കേസ് വരികയും പെൺകുട്ടി ഒരു നമ്മുടെ വെൽഫെയർ സൊസൈറ്റി പോകുമ്പോഴത്തേക്കും അത് കേസെടുക്കാതെ വരികയും മാധ്യമപ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് കേസെടുത്തത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ പ്രതിപക്ഷം നിരന്തരമായി ബഹളം വെക്കുമ്പോൾ മാത്രമാണ് പറയുന്ന പർട്ടിക്കുലർ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ നമ്മുടെ ചോദ്യം. അത് തന്നെയാണ്. പ്രതികൾ ആര് തന്നെ ആയിരുന്നാലും കണ്ണടച്ച് കേസെടുക്കേണ്ട കാര്യത്തിൽ കേസെടുക്കണം, ശിക്ഷിക്കേണ്ട കാര്യത്തിൽ ശിക്ഷിക്കണം. ഒരു വനിതകൾക്കും ഒരു കുഞ്ഞു കുട്ടികൾക്കെതിരെയും ഒരു ആക്രമണം ഈ കേരളത്തിൽ, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളത്തിനെ പറയുന്നത്, ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെ തന്നെയാണ് ഇന്ന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് കൃത്യമായി മറുപടി പറയേണ്ടതും ജനങ്ങൾ മറുപടി കേൾക്കാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നുമാണ്. അത് മാത്രമല്ല, ഇടതുപക്ഷം പറയുന്നത് വെച്ചാൽ നമ്പർ 1 കേരളം എന്ന് അവർ പറയുമ്പോൾ ഇപ്പോൾ ക്രൈമിൽ നമ്പർ 1 നിൽക്കുകയാണ്. അതും ക്രൈം അഗൈൻസ്റ്റ് വിമനിൽ നമ്പർ 1 നിൽക്കുക തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. തീർച്ചയായും. ഓക്കെ, ശ്രീ ബഷറുള്ള, ഇവിടെ ഇപ്പോൾ ഈ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടി ഓരോ സംഭവങ്ങളുണ്ടാവും, അത് ആവർത്തിക്കാൻ പാടില്ലാത്ത തന്നെയാണ്. അത് അക്കാര്യത്തിൽ എനിക്കും മറു അഭിപ്രായമൊന്നുമില്ല. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും പാടില്ല. പക്ഷേ ഈ നേരത്തെ ഇപ്പോൾ നീതു ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കൊച്ചിൻ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം, ആ സംഭവത്തെക്കുറിച്ച് മന്ത്രി എന്ന് പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ്. അതായത് കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ അപ്പോൾ തന്നെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. പക്ഷേ മാർച്ച് 1 രാത്രിയാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ ഇതിലേക്ക് നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. അതുവരെ പോലീസ് ഒന്നും കാണാതെ ഇരുട്ടിലിന്റെ മറവിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുകയല്ലേ? അതാണ് ഈ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ആ സംഭവം പിന്നെ നമ്മളത് പോലീസിൽ ആ പരാതി എത്തുന്നത് 6/7 പോലീസ് റിട്ടേൺ കംപ്ലൈൻറ്റ് സമർപ്പിക്കുന്നത് 29/6 തന്നെ അവിടുത്തെ ഇൻറ്റേർണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്ക് കുട്ടി പരാതി നൽകിയിരുന്നു. അത് കോളേജിൻ്റെ ഇൻറ്റേർണൽ കംപ്ലൈൻസ് കമ്മിറ്റി പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് ഇതേവരെ വന്നിട്ടുമില്ല. ആ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ 6/7 ഈ കുട്ടി പരാതി നൽകുന്നു. ഈ കുട്ടി പോലീസിൽ പരാതി നൽകുന്നു. പരാതി കിട്ടിയപ്പോൾ അതിൽ FIR ഇടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിൽ ആ വിഷയത്തിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിന് കംപ്ലൈൻറ്റ്സ് റിട്ടേൺ കിട്ടുന്ന ഒരു കാലയളവിൽ അവർക്ക് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട അവിടെ ഉള്ള ഒരു കംപ്ലൈൻറ്റ്സ് കമ്മിറ്റിക്ക് ഈ കുട്ടി പരാതി നൽകുകയാണ്. ആ പരാതിയിൽ കാലതാമസം നേരിട്ടു, അതിൽ നടപടി വരുന്നതിൽ കാലതാമസം നേരിട്ടു എന്നുള്ളത് കൊണ്ടാണ് പരാതി പോലീസിൽ കൊടുക്കുന്നത്. 6/7 2024 പോലീസ് FIR ഇട്ട് കേസെടുത്തു. ഈ 19-കാരിയായിട്ടുള്ള ഒരു ദളിത് പെൺകുട്ടിയെ റോഡിൽ മർദ്ദിക്കപ്പെടുന്ന 7/7 നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് 10/7 ഈ വിഷയം ഇന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കപ്പെടുന്നത്. ആ കംപ്ലൈൻറ്റ് കിട്ടി അന്നേ ദിവസം അല്ലെങ്കിൽ 8-ാം തീയതി ആ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്.
ആ പ്രതികൾ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവരുടെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിയമസഭയിൽ ഈ വിഷയം വന്നതിന് ശേഷമാണ് ഈ വിഷയങ്ങൾക്കൊക്കെ നടപടി ഉണ്ടായത് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അല്ല, ഇന്ന് ഈ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിനോടനുബന്ധിച്ചാണ് ആവർത്തിക്കുന്നത്. അതാണ്, അതായത് ഈ സഭയും സഭയിൽ ഉന്നയിക്കുമെന്നും ഇത് ജനസമക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് കാണുമ്പോഴാണ് പലപ്പോഴും നടപടികൾ ഉണ്ടാകുന്നത്. സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വളരെ പ്രമാദമായ ആ ഒരു TP കേസിലെ പ്രതികൾക്ക് അവരെ ശിക്ഷാളവ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ഓർഡർ സഭയിൽ തന്നെ കൃത്യമായി ആ നിമിഷത്തിൽ ഇറക്കേണ്ട ഒരു സാഹചര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പുറകിലോട്ട് പോയി അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാട് അധികം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടവരുടെ പാർട്ടി തലത്തിൽ അവർ നടപടി സ്വീകരിച്ചിട്ടുള്ളവരാണോ? നമുക്കത് പരിശോധിക്കാം. ഞാൻ ഇതിനെ പറയുന്ന ഈ രൂപത്തിൽ പറയുന്നത് മറ്റതിനെ കേസെടുക്കാൻ താമസിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് ഉന്നയിക്കപ്പെടുന്നവരുടെ കൂടെയുള്ള ആൾക്കാരെ സർക്കാരാണ് കേസെടുക്കാനുള്ളത്, പോലീസാണ് കേസെടുക്കാനുള്ളത്. ഇവർ പാർട്ടിപരമായി അവർക്ക് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങൾ മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നൽകിയതല്ലാതെ ഇതേപോലെ ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ് ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളവർ ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് വീണ്ടും ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് നിൽക്കുന്നവരാണ് ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശ്രീ ബഷീറുള്ള, അവിടെ ഈ മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് വലിയ കരഘോഷമായിരുന്നല്ലോ. പ്രതിപക്ഷത്ത് പുറകിൽ നിന്ന് ബെഞ്ചിലുള്ളവർ എണീറ്റ് നിന്ന് വളരെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാപ്പ കേസിലെ പ്രതിയെ എന്ത് സന്തോഷത്തോടെയാണ് മറുപടി അവർ പറഞ്ഞല്ലോ. എന്താണ് മറുപടി? ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നയാളാണ്. ഈ പരിപാടിയിൽ എൻ്റെ കൂടെ പങ്കെടുക്കുന്ന ഒരാൾ ഏതു കേസിലെ പ്രതിയാണ് എന്ന് നോക്കി അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ആ നിമിഷം പരിശോധിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഉമ്മൻചാണ്ടിയുടെ വിഷയം കഴിഞ്ഞ അദ്ദേഹം മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയുടെ വിഷയം നമ്മൾ അദ്ദേഹത്തിൻ്റെ വേദികളിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വരുന്നവരോട് മുഴുവൻ അടുത്തിടപെടും. എത്രയോ വലിയ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരുടെ ഫോട്ടോ ചിത്രങ്ങൾ ഉൾപ്പെടെ വെളിയിൽ വന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെത് വന്നു. ഇതെല്ലാം വിശ്വസിക്കണമെന്നാണോ? കാരണം ഇതൊന്നും മന്ത്രിക്ക് അറിയില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പാർട്ടിയിലുള്ള ആൾക്കാർക്ക് അറിയില്ല. ഇവർക്കൊന്നും അറിയാതെ ഞാൻ പറഞ്ഞത് അതിന് അവർ മറുപടി നൽകിയിട്ടുണ്ട്. അതിന് ആ വിഷയത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തൊരു മറുപടി എനിക്ക് നൽകേണ്ടതുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനങ്ങളോട് വളരെ അടുത്ത് ഇടപഴകുന്നവരാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാരെ ആ സമയം നമ്മൾക്ക് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ പ്രതിരോധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ഒരാളിന് മാത്രമല്ല. നമ്മൾക്കറിയാം കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അത് നമ്മൾ ഓർത്ത് പറയുകയാണെങ്കിൽ ഒരു പിടി രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുമുള്ള മുഖ്യമന്ത്രിയോടൊപ്പം വന്നു എന്ന് പറയുന്നു, പ്രതിപക്ഷ നേതാവിനോടൊപ്പം വന്നു എന്ന് പറയുന്നു, പ്രതികളെ മാർക്ക് ചെയ്ത് നമ്മൾ പിറ്റെന്ന് പത്രക്കാർ കാണിക്കുന്നു. ഇതൊക്കെ ഉണ്ടായി പോകുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും ആസൂത്രിതമായി ആ പ്രതികളെയോ അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ പെടുന്നവരെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവൃത്തിയായി നമുക്ക് ഒരു ആൾക്കാരെയും കൂട്ടാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർത്തും തെറ്റായ നടപടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷെ അതിനെ രാഷ്ട്രീയമായി കണ്ട് നമുക്ക് വിമർശിക്കണമെങ്കിൽ തീർച്ചയായും അതിന് നമുക്ക് അവകാശവുമുണ്ട്. ഒരു പ്രതിയെ കാര്യം അതൊരു പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. അതുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാനും അവകാശമുണ്ട്. ശരി, ശ്രീ അജിത്ത്, ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഈ അതിക്രമങ്ങൾ തന്നെയാണ്. ഈ അതിക്രമങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾക്ക് അറുതി വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരും പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ കൂടിക്കൂടി വരുന്നത് എന്നുള്ളതാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഈ ക്രൈമിൻ്റെ നമ്പർ ഓഫ് ക്രൈംസ് കൂടുന്നു എന്നുള്ളത് പറയുമ്പോൾ അത് ഈ തുടർഭരണം കൂടെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദിത്വം ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനം ഉണ്ടാകാത്തത് കൊണ്ടാണ് തുടർഭരണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തുടർഭരണം കിട്ടിയപ്പോൾ കഴിഞ്ഞ 5 വർഷം ഭരിച്ചപ്പോഴുണ്ടായിരുന്ന ക്രൈംസും ഇപ്പോൾ 3 വർഷം കൂടെ കഴിയുമ്പോഴേക്കും അതെല്ലാം കൂടെ ഒന്നായിട്ട് എണ്ണപ്പെടുന്നു. ഒരു മുന്നണിക്ക് ഒരു സർക്കാരിലേക്ക് വേണ്ടി അത് എണ്ണപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ക്രൈം സ്വാഭാവികമായിട്ട് കൂടുതലാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ക്രിമിനലുകൾ
അഭയം തേടാൻ പറ്റിയ ഒരു പാർട്ടിയാണോ ഒരു മുന്നണിയാണോ ഇതെന്നുള്ളത് മുന്നണിക്കാരാണ്, മുന്നണി നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ടത്. ക്രിമിനലുകൾക്ക് ഒരു കാരണവശാലും ഈ മുന്നണിയിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്രൈം ചെയ്യാനുള്ള ധൈര്യം എന്നുള്ളൊരു തോന്നൽ കൊടുക്കരുത് എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് പോലീസ് വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത്തരം ക്രൈംസിനെ അല്ലെങ്കിൽ കുറ്റവാളികളെ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം പോലീസിന് കൊടുക്കുക. പോലീസിന് അത് കൃത്യമായ ഒരു നിർദ്ദേശമായിട്ട് തന്നെ, ഒരു പോളിസി നയപരമായൊരു കാര്യമായിട്ട് തന്നെ സർക്കാർ തീരുമാനിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ പറഞ്ഞ രീതിയിൽ നീതുവൊക്കെ പറയുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് അസംബ്ലിയിലൊന്നും ഇത്തരത്തിൽ ഒരുപാട് വലിയൊരു പ്രക്ഷോഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ അടിയന്തര പ്രമേയം പോലുള്ള വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു സ്വതന്ത്രമായിട്ട് പോലീസിന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്താൽ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവർ ക്രിമിനലുകളാകുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്രിമിനലുകൾ വന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ അഭയം തേടുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീജിത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അടിയന്തര പ്രമേയമായി അവിടെ വന്നത്. അപ്പോൾ അത് ഇന്നയാൾ അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട എന്ന് കരുതുന്നത് ശരിയാണോ? ഒരു പക്ഷേ ഇടതുപക്ഷം കൂടി ഇപ്പോൾ ശ്രീ ബഷീർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ ഒരു വിഷയം ഗൗരവമായി ഇന്ന് സഭയ്ക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമായിരുന്നില്ലേ? തീർച്ചയായിട്ടും എല്ലാ കാലത്തും നമ്മൾ വലതുപക്ഷത്തിനെ മോശമായിട്ട് പറയുന്നില്ല. ഇടതുപക്ഷം പലപ്പോഴും പ്രോഗ്രസീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്തു വന്നിരുന്നവരാണ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി, ആ ഒരു മുന്നണിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു എന്തെങ്കിലും അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രൈംസ് കൂടുന്നു, അല്ലെങ്കിൽ പ്രതികളോട് ഒരു സോഫ്റ്റായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കുന്നു എന്നൊക്കെ വരുന്നത് ശരിയായ ഒരു നയത്തിൻ്റെ കാര്യമല്ല എന്ന് തന്നെയാണ് നമുക്കതിനകത്ത് പറയാനുള്ളത്. ജോയി ചോദിച്ചത് ശ്രീമതി കെ രമ അത്തരം ചോദ്യങ്ങളും അടിയന്തര പ്രമേയവും കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. വ്യക്തിപരമായി മുഖ്യമന്ത്രിക്ക് അതിനകത്ത് എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അദ്ദേഹം അവർക്ക് മറുപടി കൊടുക്കാൻ എന്തായാലും താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ ടെക്നിക്കലി സ്പീക്കിംഗ് അവർ മുഖ്യമന്ത്രി ഈ സാമൂഹിക വെൽഫെയർ മന്ത്രിയെ കൊണ്ട് തന്നെ ശ്രീമതി വീണ ജോർജിനെ കൊണ്ട് തന്നെ അതിന് ഉത്തരം പറഞ്ഞു. അത് ന്യായീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് ആഭ്യന്തര വകുപ്പിന്റെ പ്രധാന ചുമതലയുള്ള മുഖ്യമന്ത്രി ആ സഭയിൽ ആ സമയത്തുണ്ടാകും. ഒരു പക്ഷേ അത് എന്തിനാണ് സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി വേറെ എന്തെങ്കിലും അല്ല, അദ്ദേഹം അതെല്ലാം കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ അവിടെ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹം ചില സമയങ്ങളിൽ അദ്ദേഹം അങ്ങനെ ഇരുന്നാൽ പോലും അവിടെ ഉത്തരവാദിത്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയേണ്ടി വന്നാൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്കറിയാൻ പറ്റും. ഈ കഴിഞ്ഞ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനും വീട്ടുകാർക്കും എതിരെ വന്ന ആക്ഷേപത്തിന് അദ്ദേഹം ഉടനെ തന്നെ സഭയിൽ വന്ന് അതിന് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാം. പക്ഷേ എന്തുകൊണ്ടോ കെ രമയ്ക്ക് അദ്ദേഹം മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. സഭ ഒരുപക്ഷെ നാളെ സഭ അവസാനിക്കുമായിരിക്കും, പിന്നെയും വിഷയങ്ങൾ നിരവധിയുണ്ട്. അല്ല, അത് അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായിട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.25 പതിറ്റാണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നെല്ലും പതിലും തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. നമ്മളാരും അദ്ദേഹത്തിന് പൊളിറ്റിക്സ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ തന്ത്രപരമായി തന്നെ അദ്ദേഹം മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, നീതു, ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം തന്നെ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം, ഈ ഞങ്ങൾ എന്ത് ചെയ്താലും അത് സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ഒരു വണ്ടിപ്പെരിയാറിലെ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഒരു DYFI പ്രവർത്തകനെ എത്ര പെട്ടെന്നാണ് ആ കേസിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് വിട്ടതെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പിടിക്കപ്പെട്ടു. അതെ, അതാണ് ഒരു സാഹചര്യം. അതിനെക്കുറിച്ചാണ് ഈ വിഷയം. ബഷീർ അടക്കമുള്ളവർ അക്കാര്യത്തിൽ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഈ ക്രിമിനലുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ എണ്ണം പരിശോധിക്കുമ്പോൾ അത് പാർട്ടിക്കാരായി മാറുന്നതും? അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ള ധാർഷ്ട്യം നമ്മളെല്ലാവരും കഴിഞ്ഞ 8 വർഷമായിട്ട് കേൾക്കുന്നതാണ്. കപ്പിത്താൻ മുഖ്യമന്ത്രിക്കുള്ള ധാർഷ്ട്യം അത് തന്നെയാണ് താഴെത്തട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ കാലയളവുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് രാഷ്ട്രീയം മാറ്റി നിർത്തി ചർച്ച ചെയ്യണം. ഇത് രാഷ്ട്രീയം മാറ്റി നിർത്തി ചർച്ച ചെയ്ത് എങ്ങനെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാം എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയപരമായി മാത്രം കണ്ടുമാണ് മന്ത്രി വീണ ജോർജ് മറുപടി നൽകിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതിന് മറുപടി നൽകുന്നില്ല എന്നാണ് നമ്മളെല്ലാ സാധാരണക്കാരെ ജനങ്ങൾ ചോദിക്കുന്നത്. അത് തന്നെയാണ്, ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? ഈ കേസുകളിലെല്ലാം എന്തുകൊണ്ട്
കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയോ വരുന്നു എന്ന് എല്ലാവരും പറയുന്നു. എന്തുകൊണ്ട് വരുന്നു? അതിന് കാരണം ആരാണ് ഇത്രമാത്രം സ്വാതന്ത്ര്യം അവർക്ക് നൽകിയത്? അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നു, അവർ വളരെ അതിൻ്റെ റൂട്ടൊക്കെ പറയുകയുണ്ടായി ഇവിടെ ഈ സമയത്ത്. എന്നിട്ട് അവിടുത്തെ പ്രവർത്തകർ എന്തുകൊണ്ട് ഇത്രമാത്രം അതിക്രമങ്ങൾ, അതും പ്രത്യേകിച്ചും കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ എന്തുമാത്രം അതിക്രമങ്ങളാണ് ചെയ്തു വരുന്നത്? അപ്പോൾ ഈ കേസുകൾക്കൊക്കെ ഒരു കേസെടുക്കാൻ പോലും മടിക്കുകയാണ് ഇവിടുത്തെ പോലീസ്. വളരെ നല്ല പോലീസ് ആണ് നമ്മുടെ കേരള പോലീസ്, വളരെ നല്ല പോലീസ് തന്നെയാണ്, അതിന് ഒരു ഡൗട്ടുമില്ല. പക്ഷെ കഴിഞ്ഞ 8 വർഷമായി മുഖ്യമന്ത്രിയുടെ കൺട്രോളിൽ മാത്രമാണ് കേരള പോലീസ് ഉള്ളത്. അപ്പോൾ ആരെയാണ് ഭയക്കുന്നത്? എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? സാധാരണക്കാർക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? സാധാരണക്കാർക്ക് നീതി വേണമെങ്കിൽ കോടതി മുറിയിൽ പോകേണ്ട അവസ്ഥയാണ്. കോടതിയിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി കിട്ടുന്നത്. അത് സ്ത്രീകളായാലും കുഞ്ഞു കുട്ടികളായാലും. പോക്സോ കേസിന് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, കോടതിയിൽ നിന്ന് മാത്രമാണ് നീതി കിട്ടുന്നത്. ഈ പറഞ്ഞ KCAയുടെ പരിശീലനയുടെ കാര്യം ഇവർ പറയുകയുണ്ട്, 6 പോക്സോ കേസുകളുണ്ട്, അവർ ഇപ്പം അറസ്റ്റിലാണെന്നൊക്കെ പറയുകയുണ്ടായി. ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ എന്തുകൊണ്ട് KCAക്കാർ വിളിച്ച് അന്വേഷിച്ചില്ല? അവർ മാതാപിതാക്കൾ പറയുകയുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പോലും ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ചില്ല. അപ്പൊ ആരെയാണ് ഭയക്കുന്നത്? ആരെ മറച്ചു വെക്കാനാണ് ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നത്? ഇത് ഒരിക്കലും രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകേണ്ട ചർച്ച പോലുമല്ല. ഈ നാട്ടിലെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതം ഒരുക്കേണ്ടത് സർക്കാരാണ്. വീട്ടിൽ അച്ഛനമ്മമാർ ഒരുക്കുന്നപ്പോൾ തന്നെ നാട്ടിൽ സർക്കാർ ഒരുക്കേണ്ട സാഹചര്യം വളരെ പ്രാധാന്യമാണ് ഇപ്പോൾ. പക്ഷെ എന്തുകൊണ്ട് ആ സർക്കാർ ചെയ്യുന്നില്ല? എന്തുകൊണ്ട്? അത് ഇവരാണ് ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും പറയുന്ന പ്രതിപക്ഷം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളെന്ന് പറയുന്നു. എന്തിന് ഇവർ ഭരണത്തിലിരിക്കുന്നവർ എന്തിന് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. ഓക്കെ, ശ്രീ ബഷറുള്ള, അവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം മുഖ്യമന്ത്രി ആയി അധികാരമേൽക്കുമ്പോൾ, അധികാരമേറ്റതിനു ശേഷം പിണറായി വിജയൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്ക് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ നോക്കൂ, കഴിഞ്ഞ ഇത്രയും കാലയളവിൽ ഈ ഇപ്പോഴും ഭരണം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അത് വസ്തുതയാണ്. ഇപ്പോൾ നേരത്തെ കണക്കൊക്കെ ചൂണ്ടിക്കാട്ടി, ആ കണക്കുകൾ കൃത്യമാണ്, കണക്കുകൾ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ആ കൃത്യമായ കണക്കുകളിലൂടെ പോവുകയാണ്. ഭരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷമാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നതും ഈ കണക്കുകൾ അടക്കമുള്ളവ അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. അതിൽ ഈ അസ്വാരസ്യപ്പെട്ട് മറുപടി പറയാതെ ഒളിച്ചുപോയി നിന്നതിന് ശേഷം പിന്നീട് സഭയിലൊക്കെ വന്ന് ഈ കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഇന്നത്തെ സംഭവവികാസത്തെക്കുറിച്ചാണ് സഭയിൽ ചോദിക്കുന്നതെങ്കിൽ കൃത്യമായി അതിന് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട, ഇപ്പം എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മന്ത്രിമാർ അവരെ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി അതിന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മുഖ്യമന്ത്രി അല്ല പറയുക. നേരത്തെ എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകനാണോ കോൺഗ്രസ് പ്രതിനിധിയാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായിരുന്നാലും മുഖ്യമന്ത്രി ആ വിഷയത്തിനകത്ത് രമയ്ക്ക് മറുപടി KK രമയ്ക്ക് മറുപടി പറയുന്നില്ല എന്ന ആക്ഷേപത്തിന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മറുപടി കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുക. കാര്യം ഒരു ചോദ്യത്തിന് ആരാണോ മറുപടി പറയാനുള്ളത് അതിന് ഉത്തരവാദിത്തമുള്ള മന്ത്രി മറുപടി വ്യക്തവും ശക്തവുമായി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായി വരുന്ന വിഷയങ്ങളെ രാഷ്ട്രീയപരമായി നേരിടുക തന്നെയാണ് അതിന് മറുപടി. നല്ല ഉദ്ദേശത്തോടു കൂടി അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെ ആ രൂപത്തിൽ നമുക്ക് കാണാനും സാധിക്കും. പക്ഷേ അത് ഒരു ഭാഗത്തെ ഞങ്ങളെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ മുഴുവനും ഇതിൽ വിഷയത്തിൽ വളരെ സത്യസന്ധരും നീതിമാന്മാരും രാഷ്ട്രീയപരമായി ഞങ്ങൾ അങ്ങനെയുള്ളവരെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനും സാധിക്കപ്പെടാത്ത ആൾക്കാർ ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് നമുക്കൊന്നും അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ. നിലമ്പൂർ രാധയുടെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ, അതിൽ ആരാ പ്രതികൾ? അതിലെ പ്രതികളുടെ നിലവിലെ അവസ്ഥ എന്താ? ഇവർ രാഷ്ട്രീയപരമായി എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഷ്ട്രീയപരമായി വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴാണ് പക്ഷേ ഇവിടെ അതിന് രാഷ്ട്രീയപരമായി മറുപടി. ഈ മുഖ്യമന്ത്രി ഇതിനെല്ലാം പിന്തുണ നൽകുകയല്ലേ? ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കാര്യവട്ടം ക്യാമ്പസിലടക്കം കേരളത്തിന്റെ പല പ്രധാനപ്പെട്ട സർവകലാശാലകൾ ക്യാമ്പസുകളിലടക്കം ഉണ്ടായ വിഷയങ്ങളിൽ SFI ഇത്രയും കൊടും ക്രൂരത ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കും? ഏത് വിഷയത്തിലാണ്? ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അക്രമം കാണിക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ഏത് വിദ്യാർത്ഥി സംഘടനകളായിരുന്നാലും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അതിൽ യാതൊരു സംശയമില്ല. നിർത്തപ്പെടുന്നില്ലല്ലോ.
എവിടെ ഒരു സൈഡിലും എല്ലാ വിഷയത്തിലും ന്യായീകരിച്ച് ഒത്താശ ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് മാധ്യമങ്ങളും സ്വഭാവം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം മാധ്യമങ്ങൾ കൃത്യമായി ഇത് ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു. ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഈ വിഷയം കുറ്റക്കാരാണെന്ന് വരുത്തി തീർത്ത് ആ സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങളെയോ നല്ല വശങ്ങളെയോ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് മറുഭാഗത്ത് ഉണ്ടാകുന്ന വിഷയങ്ങളെ അതിനെ മൂടി വെച്ചുകൊണ്ട് ഇതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ളതിനെ മാത്രമാണ് പ്രതിരോധിക്കുക. അതിനെ മാത്രമാണ് പ്രതിരോധിക്കുന്നത്. ഒരു സംഘടനയിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ കുറ്റം ചെയ്യപ്പെട്ടാൽ ആ സംഘടന ആ വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ സംഘടനയുടെ ഇക്കാലയളവിലുള്ള മുഴുവൻ നന്മകളെയും ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രാഷ്ട്രീയപരമായ ഇടപെടലുകളുള്ള ചില മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകളെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നതും അതിനെതിരെയാണ് നമ്മൾക്ക് സംസാരിക്കേണ്ടി വരുന്നതും. ഒരിക്കലും അക്രമത്തെ ന്യായീകരിക്കുന്നില്ല, കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്നില്ല. അതിൽ പെടുന്നവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ മാധ്യമ പ്രവർത്തകർ ഒരു വശം മാത്രം കാണുകയും അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നതിനെ തീർച്ചയായും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അല്ലാതെ വേറെ മാർഗമില്ല. അതിന്റെ ഉദ്ദേശം നിങ്ങളുടേത് നന്നാകുമ്പോൾ തീർച്ചയായും നമ്മളുടെ മറുപടിയും പ്രതിരോധവും നന്നാവും എന്ന് മാത്രമാണ് ആ വിഷയം. ഓക്കെ, ശ്രീ അജിത്ത്, എല്ലാം മാധ്യമപ്രവർത്തകരുടെ മേലിൽ ചാരുകയാണ്. അതൊരു ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്ത് കുറ്റം ചെയ്താലും അത് ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ മാധ്യമപ്രവർത്തകരെയും അല്ല, എന്നാൽ അങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ അജിത്ത്, അക്കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകന് താങ്കൾ തന്നെ മറുപടി പറയുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ബഷറിലേക്ക് എൻ്റെ പ്രായം അറിയില്ല, എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയില്ല, ഞാൻ എവിടെ പഠിച്ചു എന്നറിയില്ല, എന്തൊക്കെ പഠിച്ചു എന്നറിയില്ല, എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നറിയില്ല എന്നുള്ളതൊന്നും വ്യക്തമല്ല. രണ്ട്, ഞാനിവിടെ മാധ്യമപ്രവർത്തനമായിട്ട് തന്നെ ആയിരിക്കുന്നത്. മാധ്യമപ്രവർത്തനം നടത്തുന്നിടത്തോളം കാലം എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യവും പൊതുവേദികളിൽ വന്ന് ചർച്ച ചെയ്യുന്ന ആളുമല്ല ഞാൻ. അതുകൊണ്ട് പക്ഷേ മാധ്യമപ്രവർത്തകർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും. അത് ദേശാഭിമാനിയിൽ ചെന്നിരുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ല ഞങ്ങൾ മനോരമയിൽ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും ദേശാഭിമാനിക്കാർ ചെയ്യുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ബഷറുള്ള ഇവിടെ നിന്നും പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത്. വളരെ അപഹാസ്യകരമാണ്. പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ആദ്യം മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും കൊണ്ട് ഞങ്ങൾ അടച്ചാക്ഷേപിച്ചിട്ട് എല്ലാവരും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ചെയ്യണം, കൈരളി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നൊന്നും കയറി പറഞ്ഞു കളയരുത്. മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കൃത്യമായി, പ്രത്യേകിച്ച് ക്രൈമും മറ്റു കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഷ്യമാണ് കൃത്യമായിട്ട് ചെയ്യുന്നത്. അധികാരികൾ പറയുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ. വെറുതെ ഊഹാപോഹം വെച്ചൊന്നും ഒരിക്കലും റിപ്പോർട്ട് ചെയ്യില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും CPM-നെതിരാണ്, LDF-നെതിരാണ് എന്നൊന്നും കയറി പറഞ്ഞു കളയരുത്. മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുന്നത് അത് പൊതുപ്രവർത്തനം യഥാർത്ഥത്തിൽ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ്. അവരെയൊന്നും കയറി ഇങ്ങനെ അടച്ചൊന്നും ആക്ഷേപിച്ച് കളയരുത്. എല്ലാവർക്കും എല്ലാ കാലത്തും കൃത്യമായിട്ട് മാധ്യമപ്രവർത്തനം കൃത്യമായിട്ട് നടത്തുന്നവരെല്ലാം CPM-നെ അനുകൂലിക്കുന്നില്ല എന്ന് കയറി പറഞ്ഞു കളയരുത്. അത് തെറ്റാണ്. മാധ്യമപ്രവർത്തകരായി തന്നെ ജീവിക്കുന്നവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഷറുള്ള മനസ്സിലാക്കണം, മാധ്യമപ്രവർത്തകർ കേരളത്തിനകത്ത് 10,000-ഓളം മാധ്യമപ്രവർത്തകരുണ്ട്. അവരെല്ലാം തന്നെ കൂടുതൽ പേരും LDF പശ്ചാത്തലമുള്ളവരാണ്. അത് മാത്രം താങ്കൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ ശ്രീ ബഷറിനോട് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ താഴെത്തട്ടിൽ തിരുത്തൽ വരുത്തി മുകളിലോട്ട് പോകുമെന്നൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പിന് ശേഷം അവലോകന യോഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് അറിയില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇത്തരം അതിക്രമങ്ങളെല്ലാം ഇങ്ങനെ ഉയർന്നു വരുന്നത്. അതിനെല്ലാം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നു. ഇതിനൊക്കെ ഈ ഒത്താശ ചെയ്തു കൊടുക്കാതെ കൃത്യമായി നടപടിയെടുക്കുകയും വേഗത്തിൽ അക്കാര്യത്തിൽ ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതങ്ങ് അവസാനിക്കില്ലായിരുന്നോ? ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെയുള്ള അതിക്രമത്തിൽ പെടുമായിരുന്നോ? അല്ല, അത് ഞാൻ എൻ്റെ ഫസ്റ്റും സെക്കൻഡും ടേക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ക്രിമിനലുകൾ ഇതിനകത്ത് പാർട്ടിയിൽ വന്ന് അഭയം തേടിയാൽ രക്ഷ കിട്ടും എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യം പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പോലീസിനെ സ്വതന്ത്രമായിട്ട് കേസന്വേഷണത്തിന് സ്വതന്ത്രമായിട്ട് വിടുക എന്നുള്ളത് കൂടെ മറ്റൊരു ഉത്തരവാദിത്വമാണ്. അതാണ് ആ ഒരു നയപരമായ കാര്യം സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. അവിടെയാണ് ഇപ്പോൾ ഞാൻ LDF-ലാണ്, എനിക്ക് LDF-ആയിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടാൽ എനിക്ക് ക്രൈം ചെയ്യാൻ തോന്നുന്ന ഒരു ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതിന് രാഷ്ട്രീയ പിന്തുണ ഉണ്ട് എന്നുള്ളതിന് തെളിവല്ലേ അത്. അതുകൊണ്ടല്ലേ പോലീസ് അത്തരംകാരെ പിടിക്കുന്നതിന്, അറസ്റ്റ് ചെയ്യുന്നതിന് വൈകുക, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരുന്നത്. അത്തരം കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ, പ്രതിപക്ഷത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ
അത്തരം ആക്ഷേപങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ശ്രീ ബഷറുള്ള, ഈ പോലീസ് ഇപ്പോൾ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അവർക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ പാർട്ടി തലത്തിൽ ഇടപെടൽ വരികയാണ്. നിങ്ങൾ നോക്കൂ, ഈ കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസിൽ പ്രതിയായിട്ടുള്ള ആൾ നേരത്തെ അവിടെ SFI പ്രവർത്തനം നടത്തിയിരുന്ന ആളാണെന്ന് പറയുന്നു. ശരിയായിരിക്കാം, എനിക്ക് വ്യക്തമായ അറിവില്ല ആ വിഷയത്തിൽ. പോലീസ് അയാളെ ഏത് രൂപത്തിലാണ് സംരക്ഷിക്കപ്പെട്ടത്? ഞാൻ നേരത്തെ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുകയല്ല ചെയ്തത്. ഒരു ചെറു വിഭാഗം കൃത്യമായി വളരെ ആസൂത്രണത്തോടുകൂടി ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ കേസിൻ്റെ നമ്മൾ ഈ കേസിനൊന്ന് മനസ്സിലാക്കുക. അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നു. അത് ഒരു അശ്ലീല ഫേസ്ബുക്ക് പേജിൽ ഈ കുട്ടികളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. അത് പരാതിയായി വരുന്നു. എന്താ പോലീസ് ചെയ്തത്? ഇദ്ദേഹം ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ഒരു ക്രൈം നടന്നാൽ പോലീസ് എടുക്കേണ്ട നടപടികൾ കൃത്യമായി പോലീസ് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമാണ് അവൻ SFIക്കാരനാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ SFI പശ്ചാത്തലം മുമ്പ് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ SFI ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കപ്പെടുകയാണോ പോലീസ് ചെയ്തത്? കിട്ടിയ പരാതിയുടെ മുകളിൽ പോലീസ് അന്വേഷണത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇതിനു മുമ്പ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണ്. പിന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില പോലീസ് സ്റ്റേഷനുകളിൽ ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ, താങ്കൾ പറഞ്ഞ പോലെ സ്വതന്ത്രമായി ഉള്ള എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലീസിന് തീർച്ചയായും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കപ്പെടുന്ന നിലപാട് അത് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ SFIക്കാരനെതിരെ അങ്ങനെ ഒരു കേസ് മാത്രം രജിസ്റ്റർ ചെയ്യുക. അദ്ദേഹത്തിന്റെ മുൻകാലങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല. പോലീസ് അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ. ഓക്കെ, ശ്രീമതി നീനു, ഇവിടെ ഇപ്പോൾ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മന്ത്രി പറഞ്ഞത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു എന്നാണ്. മുഖം നോക്കാതെയാണോ നടപടിയെടുക്കുന്നത്? എന്താണ് മറുപടി? ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് അത് മനസ്സിലായി. മുഖം നോക്കാതെ അല്ല നടപടി എടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ, പ്രതിപക്ഷത്തെ ഇടപെടൽ, അത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അറസ്റ്റ് എല്ലാം വരുന്നത്. കഴിഞ്ഞ വർഷം ഈ പ്രതിപക്ഷ നേതാവിന്റെ സഭയിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അറസ്റ്റുകൾ വന്നത്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് നീതി കൊടുക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് പ്രതികളെ അകത്താക്കിയൊന്നുമല്ല. ഇത് കൃത്യമായി നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം എത്ര മാസം മുമ്പ് നടന്നതാണ്? ക്രിക്കറ്റ് അസോസിയേഷൻ ഏത് മാധ്യമ പ്രവർത്തകർ ഇടപെട്ടിട്ടാണ് അത് സംഭവിച്ചത്? ഏത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചിട്ടാണ്? ഇന്ന് സഭയിൽ ആ വിഷയം ഉന്നയിക്കപ്പെട്ടല്ലോ. അതിന് നീതി കിട്ടി. എത്ര നാളായി കേസുകൾ നീതി കിട്ടി? എത്ര നാളായി? അങ്ങനെ സർക്കാർ നോക്കിയെന്ന് വെച്ചേക്കൂ. അങ്ങനെയാണ് എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടും ആ പെൺകുട്ടികൾ എന്തുകൊണ്ട് കേസിയെ അവിടെ നിന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധി എന്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല? അവരുടെ മാതാപിതാക്കൾ ഇവിടെ ക്രിക്കറ്റിന് വേണ്ടി പരിശീലനത്തിന് വേണ്ടി കൊണ്ടാക്കി നിർത്തലാക്കി. പെൺകുട്ടികളെ എംപവർമെന്റിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടിക്കാരൻ സംസാരിക്കുന്നു എന്ന്. എന്നിട്ട് പെൺകുട്ടികളെ പരിശീലനത്തിനായി കൊണ്ടാക്കുകയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവരെന്തുകൊണ്ട് സർക്കാർ പ്രതിനിധി ആരെങ്കിലും ഒരാൾ പോയി എന്തുകൊണ്ട് മാതാപിതാക്കളോട് സംസാരിച്ച് അവരെ അല്ലെങ്കിൽ കൺവിൻസ് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ പ്രൊട്ടക്ഷൻ നൽകും എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. രാഷ്ട്രീയമല്ല ഇവിടെ കാര്യം. വിഷയത്തിൽ തെന്നു മാറിയല്ല. ഇതാണ് ഇത് പ്രസ്താവന തന്നെ. കേരളത്തിൽ വന്ന ഈ 2-3 വർഷങ്ങൾക്ക് ഉള്ളിൽ കേരളത്തിലെ ടൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് കേരളം സേഫ് പ്ലേസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അവർക്ക് പേടിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നീതി കിട്ടുന്നത്? ശരി, എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് പൊതുസമക്ഷത്തിന് മുന്നിൽ സഭയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത്. ആ വിഷയമാണ് ഇന്ന് ന്യൂസ് ടുഡേ ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ വിശകലനങ്ങൾ നടത്തിയ കോൺഗ്രസ് നേതാവ് ശ്രീമതി നീതു രഘുവരൻ, ഇടത് LDF പ്രതിനിധി ശ്രീ ബഷറുള്ള, ഒപ്പം തന്നെ ശ്രീ മാധ്യമപ്രവർത്തകൻ ശ്രീ അജിത്തൽ, 3 പേർക്ക് നന്ദി. ന്യൂസ് ടുഡേ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.